നമുക്ക് നമ്മുടെ ഉയരം അളന്ന് നോക്കണം എന്നതിന് ഒരു ആവശ്യം വന്നു. ഉയരം അറിയണമെന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അളന്ന് നോക്കുക? തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യും? മീറ്റർ സ്കെയിലോ മീറ്റർ ടാപ്പോ ഉപയോഗിച്ച് നമ്മൾ ഉയരം അളക്കും. എങ്ങനെയാണ് നമ്മൾ ഉയരം അളക്കല്? സാധാരണ നമ്മൾ ചുവരിനോട് ചേർന്ന് നിന്നുകൊണ്ട് സ്കെയില് ഈ രീതിയിൽ വെച്ച് എന്ത് ചെയ്യും? നമ്മൾ ആ സ്കെയിലിൽ നോക്കി അവിടെ ഒരു അടയാളം വെക്കും. തുടർന്ന് എന്ത് ചെയ്യും? താഴെ മുതൽ മുകളിൽ വരെ എന്ത് ചെയ്യും? മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അളന്ന് നമ്മളെ ഉയരം അളക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ അളക്കണമെങ്കിൽ മീറ്റർ സ്കെയിൽ വാങ്ങണം, അതിന് പൈസ വേണം. അതുപോലെ മീറ്റർ ടാപ്പ്, അതിന് പൈസ കൊടുക്കണം. ഇങ്ങനെ പൈസ ഇല്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മീറ്റർ സ്കെയിലും മീറ്റർ ടാപ്പും ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമല്ലോ. ഇതാണ് ഞാൻ നിർമ്മിച്ച ഒരു മീറ്റർ സ്കെയിൽ. നമുക്ക് ഇതിന് 1 മീറ്റർ നീളമുള്ള റീപ്പർ എന്ന് പറഞ്ഞാൽ ചെറിയ മരത്തിന്റെ ഒരു തടിയാണ്. അത് നമുക്ക് ഈ ഷോപ്പുകളിൽ കിട്ടുന്നതാണ്. 1 മീറ്റർ നീളമുള്ള ഒരു റീപ്പർ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന പിന്നെ ചില പട്ടികകളുണ്ട്. നമ്മൾ പട്ടിക ഇങ്ങനെയുള്ള സാധനത്തിന് പട്ടിക എന്ന് പറയും. ഈ പട്ടികയുടെ കനം കൂടുതലാണ്. കനം കുറഞ്ഞ പട്ടികളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ കനം കൂടിയാലും നമുക്ക് റീപ്പർ കിട്ടില്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു മരത്തടി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് സ്വയം കനം കൂടുതലാണ്. കനം കുറഞ്ഞത് കിട്ടാണ് ഏറ്റവും നല്ലത്. അത്തരം മരത്തടികളും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ മീറ്റർ സ്കെയിലിന് 1 മീറ്റർ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഞാൻ ചെയ്തത് ഒന്നുകിൽ ഈ റീപ്പർ അല്ലെങ്കിൽ ഈ മരത്തിന്റെ 1 മീറ്റർ നീളമുള്ള കഷ്ണം ഇതിലെന്ത് ചെയ്യണം? നമ്മൾ ഒരു ചാർട്ട് പേപ്പറിൽ നീളത്തിൽ 1 മീറ്റർ നീളത്തിൽ ഒരു ചാർട്ട് പേപ്പറിന്റെ സ്ട്രിപ്പ് ചെറിയ പീസിൽ എന്ത് ചെയ്യാം? നമ്മൾ 1 മുതൽ 100 വരെയുള്ള സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. അതെന്ത് ചെയ്യുക? റീപ്പറിൽ ഫെവിക്കോൾ വെച്ച് റീപ്പറിന്റെ മുകളിൽ ഒട്ടിക്കാം. ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ ഒരു മീറ്റർ സ്കെയിൽ ഉണ്ടാക്കാൻ വേണ്ടി മാർഗം. ഇതിങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. റീപ്പറിൽ തന്നെ മരത്തടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം? CD മാർക്കർ ഉപയോഗിച്ച് 1 മുതൽ 100 വരെയുള്ള സംഖ്യ ഈ രീതിയിൽ അടയാളപ്പെടുത്തിയാലും മതി. ഇപ്പം ഈ CD മാർക്കർ പോലെ ഏറ്റവും വണ്ണം കുറച്ച് എഴുതാവുന്ന ഏത് പേനയോ ഈ രീതിയിലുള്ള ഏത് ഉപകരണവും നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അടുത്തത് നമുക്ക് മീറ്റർ ടാപ്പ് എങ്ങനെയാണ് വീട്ടിൽ നിന്ന് തയ്യാറാക്കാവുന്നതാണെന്ന് നോക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് മീറ്റർ ടാപ്പിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന റിബണാണ്. 1 മീറ്റർ നീളമുള്ള ഒരു റിബൺ എടുത്തിട്ട് അതിൽ എന്ത് ചെയ്യണം? 1 മുതൽ 100 വരെയുള്ള സെന്റിമീറ്റർ ഈ രീതിയിൽ അടയാളപ്പെടുത്തണം. നമുക്ക് നമ്മളെ വണ്ണം എത്രയാണെന്ന് അളക്കണം എന്ന ഒരു സന്ദർഭം വന്നിരിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് തീർച്ചയായിട്ടും ഈ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ വണ്ണം അളക്കാൻ പറ്റില്ല. കാരണം ഇത് ഇത്ര വരെ കിട്ടില്ല, വളരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് മീറ്റർ ടാപ്പ് എന്ന് പറയും. അപ്പോൾ മീറ്റർ ടാപ്പ് നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിൽ പ്രധാനം നമുക്ക് 1 മീറ്റർ നീളമുള്ള ഒരു റിബണാണ് ആവശ്യം. ഈ റിബണിൽ 1 മുതൽ 100 വരെ സെന്റിമീറ്റർ അളവുകൾ സ്കെയിൽ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. അത് ഇതിനും CD മാർക്കർ തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇത് ഉപയോഗിച്ചാൽ എങ്ങനെയാണ് നമ്മൾ വണ്ണം അളക്കുക? നമ്മളെ വണ്ണത്തിന്റെ കണക്കായിട്ട് നമ്മളിത് കൃത്യമായി ഇങ്ങനെ ചുറ്റിയെടുത്ത് ഇവിടെ വെച്ച് ഒരു മിനിറ്റ് അവിടെ വെക്കേ. അപ്പൊ എന്റെ അളവ് എന്ന് പറയുന്നത് ഇപ്പൊ എത്ര? കറക്റ്റ് 90 സെന്റിമീറ്റർ ആണ് എന്റെ വണ്ണം.
ഈ രീതിയിൽ നമുക്ക് കയ്യില് ചിലവരുടെ കയ്യിലാണ് തടിച്ച കൈ ഉണ്ടാവും, നേര് മെലിഞ്ഞ കൈകളുണ്ടാവും. അപ്പൊ ആ കൈയുടെ വണ്ണം കാണാൻ എന്ത് ചെയ്യാം, നമുക്കിത് ടാപ്പ് ഇങ്ങനെ ചുറ്റി അളന്ന് എടുക്കാവുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഒരു ബക്കറ്റിന്റെ നമുക്ക് അതിന് ചുറ്റും എത്ര സെന്റിമീറ്റർ അതിന്റെ വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുന്നെങ്കിലും അതിന്റെ ചുറ്റുള്ള അളവ് എത്രയാണെന്ന് കാണാമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ടാപ്പ് ഉപയോഗിച്ച് എത്ര സെന്റിമീറ്റർ എത്ര അളവ്, ഇങ്ങനെ വട്ടത്തിലുള്ള സാധനം ഇങ്ങനെ മണ്ണ് അളക്കാൻ, കൈവണ്ണുകളാണ്, ഇങ്ങനെ ധാരാളം ഉപയോഗത്തിന് നമുക്ക് മീറ്റർ ടാപ്പ് ഉപയോഗിക്കാം. ഇത് കൂടുതൽ നമുക്ക് ടൈലർ ഷോപ്പിലാണ് അവർക്ക് മീറ്റർ സ്കെയിലിന്റെ ഒപ്പം പെട്ടെന്ന് അളവെടുക്കുന്നത് നിങ്ങൾക്കറിയാം. നമ്മുടെ ടൈലർമാർ അളവെടുക്കുന്ന ടാപ്പ് ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ഒരു ഉപയോഗം തുണി അളവെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം സ്കെയിൽ വെച്ചിട്ട് കൃത്യമായി വണ്ണവും കാര്യങ്ങളൊന്നും കിട്ടൂല. അതുകൊണ്ട് ടൈലർമാർ ഏറ്റവും പ്രധാനം ഈ മീറ്റർ ടാപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി കൂടുതൽ ഈ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് ചെയ്യാവുന്ന ചില പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ പറയാണ്. ഇതിൽ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം ചെയ്യാം. ഒന്ന്, നിങ്ങളെ വീട്ടിൽ ഓരോരുത്തരും നേരത്തെ അമ്മ പറഞ്ഞതുപോലെ ഓരോരുത്തരും ഉയരം കണ്ടെത്തുക. പിന്നെ ചെയ്യാവുന്നത് നിങ്ങളുടെ മുറിയുടെ നീളം എത്രയാണ്, വീതി എത്രയാണ്, മുറിയുടെ നീളവും വീതിയും കണ്ടെത്തുക. വാതിലിന്റെ ഉയരം നിങ്ങളുടെ വീട്ടിലെ എല്ലാ വാതിലിനും ഒരേ ഉയരമാണ് ഒന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണെന്ത് വാതിലിന്റെ ഉയരം. അങ്ങനെ വിവിധങ്ങളായ സാധനങ്ങളുടെ നിങ്ങൾ ഇരിക്കുന്ന മേശയുടെ നീളം എത്രയാണ്. അപ്പൊ ഇങ്ങനെ ഓരോന്നിന്റെ നീളം കണ്ടെത്തി അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പൊ നിങ്ങള് ഏത് സാധനം അളക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ രീതിയിലുള്ള ഒരു പട്ടിക നിങ്ങൾ നോട്ട്ബുക്കിൽ വരക്കണം. എന്നിട്ട് ആദ്യം നമ്മളിപ്പോ വണ്ണമാണ് അളക്കാൻ പോകുന്നതെങ്കിൽ നമ്മളെ വണ്ണം ഏകദേശം ഊഹിക്കും. അപ്പൊ വണ്ണമാണ് നിങ്ങൾ അളക്കുന്നതെങ്കിൽ വണ്ണം ഏകദേശം നിങ്ങൾ എത്രയുണ്ടെന്ന് ഊഹിക്കും. അപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് ഞാൻ ഒരു 80 സെന്റിമീറ്റർ ആണ് അതിന്റെ ഊഹിച്ചതെങ്കിൽ അളന്നു നോക്കിയപ്പോൾ കിട്ടിയ എത്രയായി, 90 സെന്റിമീറ്റർ. ഊഹ വ്യത്യാസം എത്രയാ, 10 സെന്റിമീറ്റർ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഏതിപ്പോ ഇനി ഉയരം അളന്നാലും ഈ രീതിയിൽ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തി പോകണം. ഇനി ഒരു മുറിയുടെ നീളം അളന്നാലും ആ ഊഹിക്കണം. പിന്നീട് ഇങ്ങനെ നിങ്ങൾ നോട്ട്ബുക്കിൽ പട്ടിക വരച്ച് ചെയ്യണം.